ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൈലാസത്തിന്റെ മാന്ത്രിക ഭൂമിയിൽ ഗണേശൻ, ജ്ഞാനിയും കളിയുമുള്ള ആനത്തലയുള്ള ദൈവം, ഒരു വലിയ വിരുന്നിന് തയ്യാറെടുക്കുകയായിരുന്നു. അവന്റെ പ്രിയപ്പെട്ട മധുരപലഹാരങ്ങളായ മോദകങ്ങൾ സ്വർണ്ണപാത്രങ്ങളിൽ കുമിഞ്ഞുകൂടിയിരുന്നു. ഗണേശന്റെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു. അവൻ തൃപ്തനായി കഴിച്ചു. അവന്റെ വയറു പൂർണ്ണചന്ദ്രനെപ്പോലെ വൃത്താകൃതിയിൽ വളർന്നു. വിരുന്നിനു ശേഷം ഗണേശൻ തന്റെ എലിയായ മൂഷകത്തിൽ സവാരി ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ചെറിയ എലിയിൽ ഇത്രയും വലിയ ദൈവത്തെ കാണുന്നത് രസകരമായ ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ മൂഷക്ക് ശക്തനും വിശ്വസ്തനുമായിരുന്നു. നിലാവുള്ള വനത്തിലൂടെ അവർ ഒന്നിച്ചലഞ്ഞു. അവർ ഒരു പാത മുറിച്ചുകിടക്കുമ്പോൾ ഒരു പാമ്പ് എവിടെ നിന്നോ പുറത്തേക്ക് വന്നു. ഞെട്ടിപ്പോയി. മൂഷക ഇടറി. ഗണേശൻ വീണു. വലിയ ശബ്ദത്തോടെ നിലത്തു വീണു. അവന്റെ മോദകം നിറഞ്ഞ വയറു വിറച്ചു. അവന്റെ ആഭരണങ്ങൾ ചിതറിപ്പോയി. ആകാശത്ത് ചന്ദ്രനാരംഗം കണ്ടു. ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഗണപതിയെ നോക്കൂ, അവൻ അങ്ങനെ വീഴുന്നത് എത്ര രസകരമാണ്. അത് പറഞ്ഞു. അതിന്റെ വെള്ളിനിറത്തിലുള്ള മുഖം സന്തോഷത്താൽ തിളങ്ങുന്നു. ഇത് കേട്ട് ഗണപതിയുടെ കണ്ണുകൾ ഈരനണിഞ്ഞു. അയാൾക്ക് അപമാനം തോന്നി. നിശബ്ദമായ വനത്തിൽ ചന്ദ്രന്റെ ചിരി പ്രതിധ്വനിച്ചു. നക്ഷത്രങ്ങൾ പോലും വിനോദത്താൽ മിന്നിമറിയുന്നതായി തോന്നി. ചന്ദ്രൻ! ഗണേശൻ അലറി. അവന്റെ ശബ്ദം ഉറച്ചതും എന്നാൽ ശാന്തവുമാണ്. നിങ്ങൾ രാത്രി ആകാശത്ത് തിളങ്ങിയേക്കാം, എന്നാൽ ഒരാളുടെ അപകടത്തെ പരിഹസിക്കുന്നത് ദയയില്ലാത്തതും അനുചിതവുമാണ്. ചന്ദ്രൻ മാപ്പ് പറയാൻ ശ്രമിച്ചെങ്കിലും ഗണേശൻ കൈ ഉയർത്തി. നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു പാഠമായി ഞാൻ നിങ്ങളെ ശപിക്കുന്നു. ഇനി മുതൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ നിങ്ങളെ നോക്കുന്ന ഏതൊരാൾക്കും ദൗർഭാഗ്യമുണ്ടാകും. ചന്ദ്രൻ പരിഭ്രാന്തനായി ക്ഷമ ചോദിക്കുന്നു. എന്നത്തെയും പോലെ ദയയുള്ള ഗണേശൻ തന്റെ നിലപാട് മയപ്പെടുത്തി. വളരെ നന്നായി, അവൻ പറഞ്ഞു. ശാപം പൂർണ്ണമായിരിക്കില്ല. ഗണേശ ചതുർത്ഥി ദിനത്തിൽ ആരെങ്കിലും നിങ്ങളെ അബദ്ധത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്റെ നാമം ജപിച്ച് എന്റെ ശാപത്തിന്റെ കഥ കേൾക്കാൻ കഴിയും. ഇനി ആരെയും പരിഹസിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത് ചന്ദ്രൻ നന്ദിയോടെ തലകുനിച്ചു. അങ്ങനെ ഗണപതി ചന്ദ്രനെ ശപിച്ചതിന്റെ കഥ എല്ലാവരെയും ദയയുടെയും ബഹുമാനത്തിന്റെയും മൂല്യം പഠിപ്പിച്ചു. അന്നുമുതൽ ആളുകൾ ഗണേശ ചതുർത്ഥിയിൽ ചന്ദ്രനെ നോക്കുന്നത് ഒഴിവാക്കി. പക്ഷേ അവർ പാഠം ഓർത്തു. ആരുടെയെങ്കിലും കഷ്ടപ്പാടുകളിൽ ഒരിക്കലും ചിരിക്കരുത്. കാരണം ദയയാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം. പിന്നെ ഗണപതി ഒരു നിമിഷത്തെ ചിരി എല്ലാവർക്കുമുള്ള പാഠമാക്കി മാറ്റിയെന്നറിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ കൈലാഷിലേക്ക് മടങ്ങി.